പ്രിയമുള്ളവരെ, യുവനടിയും മാധ്യമപ്രവർത്തകയുമായ റിനി ആൻ ജോർജിൻ്റെ ആരോപണത്തിൻ്റെ ഒരു ബാക്കി പത്രമായിട്ട് ഒന്ന് രണ്ട് കാര്യങ്ങളാണ് പറയാൻ ആഗ്രഹിക്കുകയാണ്. അവരത് മാധ്യമപ്രവർത്തകരുമായിട്ട് സംസാരിക്കുന്ന ഒരു സീൻ ഒന്ന് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നു. അത് ഏതെങ്കിലും ഒരു വ്യക്തിയെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ളതല്ല. ഞാൻ പറഞ്ഞ കോസ് തന്നെയാണ് ഞാൻ ഇപ്പോഴും പറയുന്നത്. സ്ത്രീകൾ മുന്നോട്ട് വരുമ്പോൾ സമൂഹം അത് ഏറ്റെടുക്കുകയും അതിന്റെ സത്യാവസ്ഥ മനസ്സിലാക്കുകയും ചെയ്യണം. ഇപ്പോൾ ഈ വിഷയത്തിൽ ഞാൻ ആദ്യം മുന്നോട്ട് വന്നപ്പോൾ എന്നെക്കുറിച്ച് ചില പേരുകൾ വരെ പറഞ്ഞ് അധിക്ഷേപിക്കുന്ന ഒരു രീതി ഉണ്ടായി. പിന്നീട് വലിയ സൗഹൃദമാണ് എന്നൊക്കെയാണ് രാഹുലിന്റെ. ഞാൻ ഇപ്പോഴും പറയുന്നു, ഞാൻ വ്യക്തിപരമായി ആരെയും പേരെടുത്ത് പറയാനോ ഒരു പ്രസ്ഥാനത്തെ പേരെടുത്ത് പറയാനോ ഇപ്പോഴും ഉദ്ദേശിക്കുന്നില്ല. ആ രീതിയിൽ പോകാൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം എന്റെ യുദ്ധം എന്ന് പറയുന്ന ഒരു വ്യക്തിയോടുള്ളതല്ല, തെറ്റായ സമൂഹത്തിൽ നടക്കുന്ന തെറ്റായ പ്രവണതകളോടുള്ളതാണ്. രാഷ്ട്രീയ നേതാവ് എങ്ങനെ ആയിരിക്കണം എന്ന് മാത്രമാണ് എൻ്റെ വിഷയം, വ്യക്തിപരമായിട്ടല്ല അതിന്റെ വിഷയം. സത്യം പറഞ്ഞാൽ ഇത്തരം പ്രശ്നങ്ങൾ ഇങ്ങനെയൊക്കെ ഉണ്ടായതിൽ ദുഃഖവുമുണ്ട്. പറഞ്ഞതുപോലെ അല്ല, അത് ഞാൻ പറഞ്ഞല്ലോ, അത് എന്താണെങ്കിലും അത് തീരുമാനിക്കേണ്ടത് ആ പ്രസ്ഥാനമാണ്. അതിനകത്ത് എനിക്ക് വ്യക്തിപരമായ ഒരു താല്പര്യങ്ങളും ഇല്ല. ആ പ്രസ്ഥാനമാണ് അത് തീരുമാനിക്കേണ്ടത്. അവർ ധാർമ്മികത മുൻനിർത്തി അവരെന്താണോ ചെയ്തത് അത് മാത്രമേ ഞാൻ എടുക്കുന്നുള്ളൂ. അതായത് കൂടുതൽ അങ്ങനെ വേണം ഇങ്ങനെ വേണം അങ്ങനെ ഒരു ആഗ്രഹങ്ങളില്ല. ഇപ്പോഴും ഞാൻ പറയുന്നത്, ഈ പറയുന്ന വ്യക്തി ഇനിയെങ്കിലും നവീകരിക്കപ്പെടണം എന്നുള്ളത് തന്നെയാണ്. ഇപ്പോഴും ഒരു സുഹൃത്ത്, നല്ല സുഹൃത്തായിട്ട് തന്നെയാണ് കാണുന്നത്. ഇതൊരു വ്യക്തിപരമായ വിഷയമല്ല. ഒരു രാഷ്ട്രീയ നേതാവ് സമൂഹത്തിൽ എങ്ങനെ ആയിരിക്കണം എന്നുള്ളതിന്റെ ഒരു വിഷയം മാത്രമാണ്. പ്രിയമുള്ളവരെ, മാധ്യമപ്രവർത്തകരുടെ കുഴച്ചു മറിക്കുന്ന ചോദ്യങ്ങൾക്ക് മുമ്പിലും അവർ പറയുന്നത്, വ്യക്തിയുടെ പേര് ഇവർ പറയുന്നില്ല, അവരുടെ ഉദ്ദേശശുദ്ധിയാണ് അവർ പറയുന്നത്. ആൾക്ക് നവീകരണം ഉണ്ടാകണം. നവീകരണം ഉണ്ടാകുന്നെങ്കിൽ നല്ല കാര്യം തന്നെ. പിന്നെ ഇത് വിവിധ പാർട്ടികളെല്ലാവരും കൂടെ കൂടിയിട്ട് ഈ വിഷയത്തെ വഷളാക്കാതിരിക്കുക ഒരു കാര്യവുമില്ല. ഇങ്ങനെയുള്ള തെറ്റായ പ്രവണതകൾ വരുമ്പോൾ നിങ്ങൾ ഒന്നിച്ച് നിൽക്കുകയാണ് വേണ്ടത്. ഇപ്പോൾ തന്നെ കാണാം, ഇങ്ങനെ ഒരു വിഷയം പരാതി കൊടുത്തതിന് എന്തോ ഒരു ഹരാസ്മെൻറ്റ് പോലെയാണ് ചുറ്റും കൂടുക എന്നുള്ള ചോദ്യം ചെയ്യലും എല്ലാം. അവരെ എന്തിനും ഇങ്ങനെ ഹരാസ് ചെയ്യുന്നു? ഇത് ഇത്ര ഇതാക്കി അവരെ കൂടുതൽ പ്രഷറൈസ് ചെയ്യുന്നതിൻ്റെ ആവശ്യമുണ്ടോ? ഇതുപോലുള്ള കേസുകൾ വരുമ്പോഴത്തേക്ക് അത് ആ വിധത്തിൽ അങ്ങ് ഹാൻഡിൽ ചെയ്യണം. ഇതിപ്പം ഏത് പാർട്ടിയിൽപ്പെട്ട ആളാണെങ്കിലും അത് ഇന്ന വ്യക്തി എന്ന് ഇപ്പോഴും ഞാനും പറയുന്നില്ല. കാര്യമുണ്ടെന്ന് വെച്ചാൽ നമുക്കറിയാൻ പാടില്ലാത്ത ഒരു കാര്യത്തെക്കുറിച്ച് അത്ര ഇതായിട്ട് സംസാരിക്കാൻ പാടില്ലല്ലോ, അത് തെറ്റാണ്. അതുകൊണ്ട് തന്നെ പറയുന്നില്ല. ഏത് രാഷ്ട്രീയ പാർട്ടിയിലുള്ള ആളാണെങ്കിലും ഇത്തരത്തിലുള്ള തെറ്റായ പ്രവണതകൾ ഒഴിവാക്കി വിടുക, അത്തരത്തിലുള്ള ആൾക്കാരെ ഒഴിവാക്കുക, അതാണ് വേണ്ടത്.